അപ്പൊ അവരുടെ ജോലി ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു ആഘോഷം അവരെ ചേർത്ത് പിടിക്കണം. ഞങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നവരും ഞങ്ങളെ വിമർശിക്കുന്നവരും ഒക്കെ ഇതിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാണല്ലോ. അത് കണ്ടുകൊണ്ടാണ് 4000 പേർക്ക് ജീവനക്കാർക്ക് 100 കൗൺസിലർമാരെ കൊടുക്കണമെങ്കിൽ 10, 50, 100 മാധ്യമപ്രവർത്തകർ കൊടുക്കാൻ. അതൊക്കെ ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. അതായത് ക്യാമറ പേഴ്സണും റിപ്പോർട്ടറിനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്കൊപ്പം നമുക്കൊരു പരിഗണന കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. ഇത്തവണത്തെ മേയർ കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഗിഫ്റ്റ് അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ മീഡിയക്കാർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. വിമർശനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും പോസിറ്റീവ് പറയുന്നവർ മാത്രമല്ല, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളെയും പരിഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ പരിഗണിക്കും എന്ന തരത്തിലാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ. വിമർശനമാണെങ്കിൽ അത് പഠിച്ച് ആ വിഷയത്തെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഒരുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ മേയറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും മീഡിയക്കാർക്കും അത്തരം ഒരു ഗിഫ്റ്റ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. മേയർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. മേയറോട് കൂടെ നമുക്കത് ചോദിക്കാം. സാർ, മീഡിയക്കാരെന്ന് പറയുമ്പോൾ ചില ആളുകൾ വിമർശിക്കുന്ന ഒരു കാര്യം പോസിറ്റീവ് പറയുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണിത് എന്നുള്ളതാണ്. വിമർശനങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ ഇത്തവണ മീഡിയക്കാരെ കൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? മാധ്യമപ്രവർത്തകരും കോർപ്പറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. കോർപ്പറേഷൻ പ്രവർത്തനത്തിൽ വരുത്തേണ്ട തിരുത്തലുകൾ, ജനങ്ങൾ കോർപ്പറേഷനെ കുറിച്ച് പറയുന്ന വിമർശനങ്ങൾ, അത് ഞങ്ങളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുന്നു. അതിലൂടെ ഞങ്ങൾക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്നു. അപ്പൊ അവരുടെ ജോലി ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു ആഘോഷം അവരെ ചേർത്ത് പിടിക്കണം. ഞങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നവരും ഞങ്ങളെ വിമർശിക്കുന്നവരും ഒക്കെ ഇതിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാണല്ലോ. അത് കണ്ടുകൊണ്ടാണ് 4000 പേർക്ക് ജീവനക്കാർക്ക് 100 കൗൺസിലർമാരെ കൊടുക്കണമെങ്കിൽ 10, 50, 100 മാധ്യമപ്രവർത്തകർ കൊടുക്കാൻ. അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. വിമർശനമൊക്കെ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നതിൽ ശരിയുണ്ടെങ്കിൽ വിമർശനം നമുക്ക് ആസ്വദിക്കാം. ഇപ്പൊ ഞങ്ങൾ ഒരാളെടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു ചേച്ചി കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയാണ്, ഇത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു, ഞങ്ങളെ ഒന്ന് അവർ പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ അവരെയൊക്കെ പരിഗണിക്കുന്നവരും ഹരിതകർമ്മ സേനയിലെ ഒരു ചേച്ചിയാണ് നമ്മളോട് അങ്ങനെ പ്രതികരിച്ചത്. അപ്പൊ സാറിന് എന്താണ് പറയാനുള്ളത്? മാറ്റം ഉണ്ടായെന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ മാറ്റി നിർത്തലുകൾ മാറ്റി തുടങ്ങിയോ? അല്ല, ആരെയും മാറ്റി നിർത്തൽ സമൂഹത്തിന് മുമ്പോട്ടാൻ സാധിക്കില്ല. ഇപ്പൊ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലി, ഡോഗ് സ്ക്വാഡുകാർ അവരുടെ ജോലി, കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ജോലി, മേയറുടെ ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം മൊത്തത്തിൽ മുമ്പോട്ട് പോകുന്നത്. അതിൽ ഒരാളിനെ മാറ്റി നിർത്തിയാൽ അവിടെ തകരാറില്ലായി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും വ്യത്യസ്തതരമായിട്ടുള്ള ഓണമാണ് ഇതിപ്പോ. നമ്മൾ നിൽക്കുന്നത് മീഡിയ കൗണ്ടറിലാണ്. ഇവിടെയാണ് മാധ്യമ പ്രവർത്തകർക്കുള്ള ഗിഫ്റ്റ് നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും കൗണ്ടറൊക്കെ ഏകദേശം കാലിയായി തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. അതായത് ക്യാമറ പേഴ്സണും റിപ്പോർട്ടറിനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്കൊപ്പം നമുക്കൊരു പരിഗണന കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ്.
കാല് ഇവിടെ ഇവിടുന്ന് പോയത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നോ? ചേച്ചി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. സന്തോഷമായോ? സന്തോഷം. എത്ര കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു? 10 വർഷം 10 വർഷമായി. 10 വർഷത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ആദ്യം സന്തോഷമുണ്ട് അതിന്. മാറ്റം ഉണ്ടോ അപ്പോ? മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം. ചേച്ചി എന്ത് തോന്നുന്നു? സന്തോഷം. നമുക്കിത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സന്തോഷം. ചേച്ചി എന്ത് തോന്നുന്നു? എന്താണ് ഇത്തവണത്തെ ഓണം എക്സ്പീരിയൻസ്? സന്തോഷം തോന്നുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ അംഗീകരിച്ചുണ്ട്. അംഗീകരിച്ചില്ല എന്ന് തോന്നിയിരുന്നോ പണ്ട്? തോന്നിയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒരു സഭയില് ഞങ്ങൾ ഇത്രയും നാള് ഇത് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷം തോന്നുന്നു എന്ന് പറയുമ്പോ കണ്ണ് നിറയുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അതായത് എത്ര വർഷമായി ചേച്ചി ജോലി ചെയ്യുന്നു? 20 വർഷം 20 വർഷം 20 വർഷമായിട്ട് പരിഗണിക്കപ്പെടാതെ പോയവരാണ് ഞങ്ങൾ എന്നുള്ള സന്തോഷം, ആ ഒരു സങ്കടം ഇപ്പൊ സന്തോഷ കണ്ണീരായി മാറിയിരിക്കുകയാണ്. കരയണ്ടോ? ഇതാണ് ഇത്തവണത്തെ ഓണം. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ മാറ്റം. ഈ ഓണം നമുക്ക് ആഹാരമൊന്നും ഇല്ലാത്തോണ്ടല്ല, ഇപ്പൊ കിറ്റ് വാങ്ങിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു നല്ല സന്ദർഭത്തില് ഞങ്ങളെയും അവർ ഓർത്ത് പരിഗണിച്ചതില് സന്തോഷം. നല്ല കാര്യം. നമ്മളെ പരിഗണിച്ചത് നല്ല കാര്യം. സന്തോഷം. അത്